നമസ്കാരം. അധികാരത്തെ തേടിയെത്തുന്ന പണവും പണത്തെ ആകർഷിക്കുന്ന അധികാരവും BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് പ്രതിവർഷം സംഭാവനയായി ലഭിക്കുന്ന പണത്തിന്റെ അളവ് കൂടി വരുന്നതിനെ പറ്റിയും അതിന് പിന്നിലെ കാരണങ്ങളും ഭരണകക്ഷിക്ക് ലഭിക്കുന്ന ഇത്തരം കൈയച്ചുള്ള സംഭാവനകൾ ഇലക്ഷനിൽ മേൽക്കൈ നേടാനായി എത്തരത്തിലെല്ലാം അവർക്ക് സഹായകമാകുന്നു എന്നതെല്ലാമാണ് ഈ വീഡിയോ വിശദമാക്കുന്നത്. സംഭാവന എന്ന പേരിൽ BJPയുടെ ഖജനാവിലേക്ക് ഒഴുകിയെത്തുന്നത് കോടികളാണ്. കഴിഞ്ഞ വർഷം മാത്രം 6088 കോടി രൂപ ലഭിച്ചു എന്ന കണക്കുകളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. തൊട്ടു മുൻപത്തെ വർഷത്തെക്കാളും 53% വർധനയാണ് ഈ വർഷത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനാവും. ഇലക്ട്രൽ ബോണ്ട് നിർത്തലാക്കിയത് BJP അത്ര കണ്ട് ബാധിച്ചിട്ടില്ല എന്നതും കേന്ദ്ര സർക്കാരിനെ നിയന്ത്രിക്കുന്ന പ്രധാന പാർട്ടിക്ക് വാരിക്കോരി കൊടുക്കുന്നതിൽ കോർപ്പറേറ്റുകൾ മത്സരിക്കുകയാണ് എന്നതെല്ലാം ഇതിൽ നിന്നും വ്യക്തമാണ്. ഈ കണക്കിൽ നിന്ന് ഇതെല്ലാം വ്യക്തമാകുന്നുമുണ്ട്. രാജ്യത്തെ 12 പ്രതിപക്ഷ പാർട്ടികൾക്ക് കൂടി മൊത്തം ലഭിച്ചത് 1340 കോടിയാണെന്ന് പറഞ്ഞുവല്ലോ. BJPയുടെ വിഹിതമായ 6088 കോടി എന്നത് ഇതിന്റെയും 4 മടങ്ങിലധികം വരുന്നതാണ്. അതായത് രാജ്യത്തെ 12 പ്രതിപക്ഷ പാർട്ടികൾക്ക് മൊത്തത്തിൽ ലഭിച്ച സംഭാവനയേക്കാൾ 4 മടങ്ങിലധികം സംഭാവന BJPക്ക് മാത്രമായി ലഭിക്കുന്നു എന്നർത്ഥം. ഈ കണക്കുകളിൽ നിന്നും അധികാരം പണത്തെ എങ്ങനെയെല്ലാം ആകർഷിക്കുന്നു എന്ന കാര്യമാണ് വ്യക്തമാകുന്നത്. രാജ്യഭരണം കൈയാളുന്ന മുന്നണിയിലെ പ്രധാന പാർട്ടിയാണല്ലോ BJP. സ്വാഭാവികമായും അധികാരം അവരിലാണല്ലോ കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുള്ളതും. അധികാര സ്ഥാനങ്ങളെ പ്രീണിപ്പിച്ചു നിർത്തേണ്ടത് വലിയ ബിസിനസ് സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ്. സ്വാഭാവികമായും ഭരണകക്ഷിയെ പിണക്കാനായി ഒരു ബിസിനസ് ഗ്രൂപ്പും താല്പര്യപ്പെടുകയോ അല്ലെങ്കിൽ അത്തരം റിസ്കുകളെ ഏറ്റെടുക്കാനായി അവർ തയ്യാറാവുകയില്ല. അദൃശ്യമെങ്കിലും അധികാരത്തിന്റെ അതിരുകളില്ലാത്ത ഈ പവറാണ് BJP എന്ന ഭരണകക്ഷിയെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഖജനാവിനെ നിറയ്ക്കുന്നതിൽ ഏറ്റവും വലിയ കാരണമായി നിലകൊള്ളുന്നത്. നമുക്കറിയാം, അല്ലെങ്കിൽ നമ്മളെല്ലാം കണ്ടതും മനസ്സിലാക്കിയതുമായ ചില സംഭവങ്ങളും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഭരണകൂടത്തിനെതിരായ വാർത്തകൾ നൽകിയതിന്റെ പേരിൽ മാധ്യമ സ്ഥാപനങ്ങൾ പോലും നിലനിൽപ്പിനായി കഷ്ടപ്പെടുന്നതും അവസാനം ഭരണകക്ഷിയുടെ അടുപ്പക്കാരായ കോർപ്പറേറ്റുകൾ ഈ മാധ്യമ സ്ഥാപനത്തെ കൈപ്പിടിയിൽ ഒതുക്കുന്നതുമായ സംഭവങ്ങൾ പ്രതിരോധിക്കുക എന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല. കേൾക്കുമ്പോൾ ആവേശവും ചോരത്തിളപ്പും ഒക്കെ തോന്നുന്ന കാര്യമാണെങ്കിലും കേന്ദ്ര സർക്കാരിനോട് കൊമ്പ് കോർക്കുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യവുമല്ല. കൂടുതൽ എളുപ്പം സമരസപ്പെടുക എന്നതിന് തന്നെയാണ്. പ്രത്യേകിച്ചും നഷ്ടപ്പെടുത്താൻ താല്പര്യമില്ലാതെയും ചിലതെല്ലാം നേടിയെടുക്കാനായി ഉണ്ട് എന്നതുമായ സാഹചര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകുന്നവരും ചില്ലറ പ്രത്യുപകാരങ്ങൾ തിരിച്ചു പ്രതീക്ഷിക്കുകയും സ്വാഭാവികമാണല്ലോ. ഒന്നും മുന്നിൽ കാണാതെ അല്ല കോർപ്പറേറ്റുകൾ ഇത്തരത്തിലെല്ലാം കൈയയച്ച് സംഭാവനകൾ നൽകുന്നതും. കോൺഗ്രസ് പാർട്ടിക്ക് ഈ വർഷം ലഭിച്ച സംഭാവന എന്ന് പറയുന്നത് 522.13 കോടി രൂപയാണ്. ഇതിനും 12 മടങ്ങ് അധികമാണ് BJPക്ക് ലഭിച്ചിരിക്കുന്നത്. BJPക്ക് ലഭിച്ച സംഭാവനകളുടെ 61% ഇലക്ട്രൽ ട്രസ്റ്റുകൾ വഴിയുള്ളതാണ്. വ്യക്തികളുടെയും കോർപ്പറേറ്റുകളുടെയും ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുള്ളതാണ് ബാക്കിയുള്ളത്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്, ലുങ്ദ സൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്, വേദാന്ത ലിമിറ്റഡ്, മാക്രോടെക് ഡെവലപ്പേഴ്സ്, ITC ലിമിറ്റഡ്, മാൻകൈൻ ഫാർമ, ഹിന്ദുസ്ഥാൻ സിങ്ക് ലിമിറ്റഡ് എന്നീ വൻകിട കമ്പനികളുടെ കൈയച്ചുള്ള സംഭാവനകളും BJPയുടെ ഖജനാവിനെ നിറയ്ക്കുന്നതിന് കാരണമായിട്ടുണ്ട്. കൗതുകകരമായ ഒരു കാര്യവും ഇതിനെപ്പറ്റി പറയാനായി സാധിക്കും. സുപ്രീം കോടതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയെ നിർത്തലാക്കുന്നതിനായി നടപടിയെടുത്തിരുന്നല്ലോ. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു ഫലവും ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം. 2017-18 കാലത്തായിരുന്നു പണം സംഭാവന ഉദാരമാക്കുന്നതിനായി ഇലക്ട്രൽ ബോണ്ട് പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്ന കോർപ്പറേറ്റുകൾ അവരുടെ പേരുകളൊന്നും വെളിപ്പെടുത്തേണ്ടതില്ല എന്ന കാര്യമായിരുന്നു സർക്കാരിൻ്റെത്. അത്തരമൊരു തീരുമാനം അവർ എടുക്കുകയും ചെയ്തു. പക്ഷെ സുപ്രീം കോടതി ഈ തീരുമാനത്തെ കണ്ടത് ഭരണഘടനാ വിരുദ്ധം എന്ന പേരിലായിരുന്നു. അതുവഴി സുപ്രീം കോടതി ഈ തീരുമാനത്തെ തടയുകയും ചെയ്തു. ഇപ്പൊ ബാങ്ക് വഴിയോ ചെക്ക് മുഖാന്തരമോ മാത്രമാണ് ഇപ്പോൾ 20,000 രൂപയ്ക്ക് മുകളിൽ സംഭാവനകൾ കൈമാറ്റം ചെയ്യാനായി സാധിക്കൂ എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പക്ഷെ ഇതുകൊണ്ടൊന്നും ഭരണകക്ഷിക്ക് യഥേഷ്ടം പണം നൽകുന്ന കോർപ്പറേറ്റുകളുടെ ആ രീതി ഉണ്ടല്ലോ, അതിനൊന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടുമില്ല. പ്രതിവർഷം സംഭാവന കണക്ക് കൂടി വരികയും ചെയ്യുന്നുണ്ട്. ഭരണ തുടർച്ച കൈയാളുന്നതിനാൽ വരുന്ന സംഭാവനകളും കൂടിക്കൂടി വരികയാണ്. ഭരണകക്ഷിയെ പ്രീണിപ്പിക്കുന്നതിൽ മത്സരിക്കുകയാണ് വൻകിട ബിസിനസ് ഗ്രൂപ്പുകൾ എന്നും നമുക്ക് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാനാവും.
ഇത്തരത്തിലൊരു രാഷ്ട്രീയ പാർട്ടിയെ കേന്ദ്രീകരിച്ച് ധനത്തിന്റെ ഒഴുക്ക് ഇങ്ങനെ വലിയ തോതിൽ വരുമ്പോൾ അതെന്തായിരിക്കും ഉണ്ടാവുക എന്നറിയാമോ? ഇത് ഒരു തരത്തിലുള്ള അസന്തുലനാവസ്ഥയ്ക്കാണ് കാരണമാവുക. അതെങ്ങനെയാണെന്ന് നോക്കാം. ആരാണോ ഭരണകക്ഷി അവരുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം ശ്രദ്ധിച്ചാൽ തന്നെ ഇതെല്ലാം മനസ്സിലാക്കാനുമാവും. അതിലെ ധാരാളിത്തം, സംഘടനാ തലത്തിൽ വിപുലമായ സന്നാഹങ്ങൾ സജ്ജമാക്കാനും ഒക്കെ ഇതിലൂടെ അവർക്ക് സാധിക്കുന്നുണ്ട്. ധനത്തിന്റെ ഈ ധാരാളിത്തം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മേൽക്കൈ നേടുന്നതിനും അവർക്ക് സഹായകമാവുന്നുണ്ട്. മൊത്തത്തിൽ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു അസന്തുലനാവസ്ഥ കൊണ്ടുവരുന്നതിന് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഖജനാവിലേക്ക് ഇങ്ങനെ വലിയ തോതിൽ സംഭാവനകൾ ഒരു കാരണമാകുന്നുമുണ്ട്. കോർപ്പറേറ്റുകളായിട്ട് അധികാരമുള്ളിടത്തേക്ക് തങ്ങളുടെ ചായ്വ് സ്ഥായിയായി പ്രദർശിപ്പിക്കുന്നതിലുള്ള മിടുക്ക് കാട്ടുന്നുമുണ്ട്. അധികാരം ഉള്ളിടത്തേക്ക് പണത്തിന്റെ ഒഴുക്ക് എങ്ങനെയൊക്കെ ശക്തമാകുന്നു എന്നതും അധികാരം ധനവുമായി എത്തരത്തിലെല്ലാം കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്നുണ്ട് എന്നതും ഇതിൽ നിന്നെല്ലാം വ്യക്തവുമാണ്.